എൻ്റെ പേര് ടോമി ഡൊമിനിക്. ഞാൻ കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് ഇടവക അംഗമാണ്. ഞാനിവിടെ 21 ഏപ്രിൽ 2023 ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ സാമ്പത്തിക ബാധ്യത മൂലമാണ്. എനിക്ക് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്ന് എങ്ങനെ ഓവർകം ചെയ്യുമെന്ന ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൃപാസനത്തെ പറ്റി എൻ്റെ വൈഫ് എന്നോട് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കാൻ ഞാൻ വരുന്നതിന് മുമ്പ് ഇത് ആദ്യം എന്നോട് പറയുമ്പം എനിക്കൊരു വിശ്വാസം അല്ലെങ്കിൽ എന്താ പറയുക, ഇതിലേക്ക് അതൊന്നും എടുത്താലാകുമോ, ശരിയാകുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. വൈഫ് പറഞ്ഞ സജഷനെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ആ ദിവസവും ഞാൻ എടുത്തില്ല. രണ്ടാമത്തെ ഒരു ദിവസം കൂടെ വൈഫിനോട് പറഞ്ഞു, ഇവിടെ വൈഫ് ഒരു ടീച്ചറാണ്, അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നു, നമുക്കൊന്ന് ഉടമ്പടി എടുത്താലോ എല്ലാം ശരിയാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറച്ചിലും ഞാൻ അത്ര സീരിയസ് ആയില്ല. പക്ഷേ അന്ന് രാത്രിയിൽ പരിശുദ്ധ മാതാവിനെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. എൻ്റെ പ്രോപ്പർട്ടിയുടെ മുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നല്ല പ്രകാശമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. പക്ഷേ ഞാനത് രാവിലെ വൈഫിനോട് പറയുന്നില്ല. പിറ്റേന്നും ഇതുപോലെ തന്നെ രാത്രി ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് മാതാവ് എൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വൈഫിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോലെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ വന്നു. മാതാവ് കാരണം എന്നെ ക്ഷണിച്ചതാണ്, എന്നെ വിളിച്ചതാണെന്നാണ് എനിക്ക് അന്ന് ബോധ്യം വന്നത്. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വചനം ഇതാണ്. യേശയ്യ 42:3 ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി അവൻ കിടത്തുകയുമില്ല. കർത്താവ് നമ്മളെ പല പ്രതിസന്ധികളിൽ കിടത്തി വിടുമ്പം എനിക്ക് തോന്നുന്നത്, ഞാൻ അതിനൊരു അനോളജി എടുത്തിരിക്കുന്നത്, നമ്മളെ വളയ്ക്കും കർത്താവ്, പക്ഷെ നമ്മളെ ഒടിക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് പല വിധത്തിലുള്ള ശക്തമായ കൊടുങ്കാറ്റ് പോലെ നമുക്ക് അനുഭവപ്പെടുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ കൂടുതൽ എളിമപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നമ്മളെ കൂടുതൽ ആത്മീയമായിട്ട് ഉണർത്തുവാൻ കർത്താവിന് നമ്മളോട് താല്പര്യമുണ്ട് എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ പ്രതിസന്ധികൾ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ഓവർകം ചെയ്ത് കഴിയുമ്പം ഡെഫിനറ്റായിട്ടും കർത്താവ് നമ്മളെ ഉയർത്തി നിർത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് കർത്താവ് നമ്മളെ വളയ്ക്കും, നമ്മളെ ഒടിക്കത്തില്ല. അതായത് മരത്തിന് കാറ്റടിക്കുമ്പോൾ മരം നന്നായിട്ട് വളയുന്നത് കാണും, പക്ഷേ കാറ്റ് നിലയ്ക്കുമ്പം മരം നിവർന്ന് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന ഒരു വലിയ ബോധ്യം. ഇതാണ് എനിക്ക് 2 ബാങ്കിൽ നിന്ന്, അതായത് 2009, 2008 കാലഘട്ടത്തിൽ, 2008, 2009 ഞാൻ ഭവനം പണിയാനായിട്ടാണ് 2 ബാങ്കുകളിൽ നിന്നായിട്ട് ലോൺ എടുക്കുന്നത്. ആ ലോൺ അടച്ചു വീട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. അപ്പോൾ ഞാൻ 7 വർഷം മുമ്പ് ഞാൻ എൻ്റെ വസ്തു, അതായത് കോവിഡിന് തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ വസ്തു വിൽക്കാനായിട്ട് വ്യക്തികളിലൊക്കെ അവരിലൊക്കെ ആശ്രയിച്ചാണ് ഞാനിത് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പല വ്യക്തികളെ സമീപിച്ച് നോക്കി, അവരത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. പലരും വരും, വസ്തു കാണും, അവർ പോകും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ നമ്മൾ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഒരു തരത്തിലും നമുക്ക് ഈ ലോൺ തിരികെ അടച്ച് തീർക്കാൻ സാധിക്കുന്നില്ല. നമ്മൾക്കെതിരെ ബാങ്ക് പല പ്രാവശ്യം നമ്മളെ ഒരു ഭീഷണി പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ജപ്തി വരുന്ന RR പോലെ, റവന്യൂ റിക്കവറി പോലെ ഉള്ള അവസ്ഥയിലേക്ക് പല സമയത്തും വന്നു. പക്ഷേ എന്തെങ്കിലുമൊക്കെ വിധത്തിലത് ഞാൻ മറ്റുള്ളവരോട് വാങ്ങിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട്, അത് നമ്മൾ പറയല്ലേ, നീലയെ കൊണ്ട് കോതെ കൊണ്ട് നീലെ കെട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പഴയ കാർന്നന്മാർ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാനതുകൊണ്ട് അങ്ങനെ പലയിടത്തുനിന്ന് വാങ്ങിച്ചു, അവിടുന്ന് മേടിച്ച് ഇങ്ങോട്ട് വെക്കും, ഇവിടുന്ന് മേടിച്ച് അങ്ങോട്ട് വെക്കും. ഇങ്ങനെ ജപ്തി ഒഴിവാക്കി ഞാൻ കുറേ കാലങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ ഈ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ 2021 ഭാര്യ എന്നോട് പറയുന്നത്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കുന്നു. ഞാൻ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പുതുക്കി, അല്ലെങ്കിൽ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഇതിന് വിൽക്കാൻ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് പലരും വസ്തു വാങ്ങാനായിട്ട് വരുന്നുണ്ട്, പക്ഷേ ആരും നമുക്കതിൻ്റെ ഒരു ഫൈനൽ വേർഡ് തരുന്നില്ല. 6 മാസം കഴിയട്ടെ, അല്ലെങ്കിൽ ഞാൻ അടുത്ത അവധിക്ക് വരുമ്പോൾ വാങ്ങാം, ഇങ്ങനെയാണ് നമ്മളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ഒരു തരത്തിലും മുമ്പോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പം 5ാം തവണ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പം ഇവിടെ കൗൺസിലിൽ ഇരിക്കുന്ന സിസ്റ്ററിനോട് ചോദിച്ചു, ഇതുവരെ സാക്ഷ്യങ്ങളൊന്നും ആയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ആത്മീയമായ വലിയ
വലിയ ഉണർവുണ്ടായി. ഞാൻ ബൈബിളും വിശുദ്ധ കുർബാനയൊക്കെ ഞാൻ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു, എല്ലാ ദിവസവും പോകുന്നയാൾ. പക്ഷേ ഞാൻ ഇൻഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റിക്കുലസ് ലെവലിൽ വിശുദ്ധ കുർബാന കാണാനും അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കി കാണാനും ബൈബിൾ വായിക്കാനും എനിക്ക് ഒരു ശക്തി ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്തപ്പോഴാണ്. പക്ഷേ അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊരു നല്ല സാക്ഷ്യം പറയാനുള്ളൊരു അവസരം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നിട്ട് കൗൺസിലിംഗ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയാണ്. ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്തു. ജോസഫ് അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞു ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്നോട് ബാങ്കിൽ നിന്ന് പ്രഷർ കൂടുതലാണ്. അവർ പറയുകയാണ് എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ RR എന്നുള്ള നടപടിയിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ബാങ്കിൽ നിന്ന് 2 തവണ വീടുകളിൽ ആളുകൾ അന്വേഷിച്ച് വന്നു. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളാകാൻ തുടങ്ങി, മാനസികമായിട്ട് എന്താ ചെയ്യണം. പക്ഷേ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് മാതാവ് ഞങ്ങൾക്ക് അപ്പോൾ എന്നോട് ഭാര്യ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഞാൻ പറയും നമ്മൾ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്, ഒന്നും പേടിക്കേണ്ട, കർത്താവ് വഴിയൊരുക്കും, കർത്താവിൻ്റേതായ ഒരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടപ്പിലാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. തുക ഏകദേശം എടുത്ത ലോൺ 18 ലക്ഷം രൂപയായിരുന്നു. ഞങ്ങൾ അടയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് അത് 30 ലക്ഷം രൂപ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഏറ്റവും വലിയ. അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനോട് അതാണ് എഴുതിയതാണ് പറഞ്ഞത്. 32 ലക്ഷം രൂപയോളം വന്നാലും നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അച്ഛനോട് ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാൻ ഇത് ഇവിടെ കൊണ്ടുപോയി ഈ ഉടമ്പടി കാശ് രൂപയുടെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് തന്നു. ഞാനത് കൊണ്ടുപോയി എൻ്റെ വസ്തുവിൻ്റെ നടുക്ക് കുഴിച്ചിട്ടു. ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണങ്ങളൊക്കെ ചൊല്ലി. അതൊരു ഈ 2025 മെയ്യിലാണ് ആ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ്, ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ കൂടിക്കൊണ്ട് നിൽക്കുമ്പം അച്ഛൻ ഇവിടെ നിന്ന് പറയുവാണ് വസ്തു വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് 7 ദിവസത്തിനകത്ത് നിങ്ങളുടെ വസ്തു വിറ്റ് മാറി കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പം ഞാനത് എൻ്റേതാണെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചു. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവ് ഇത് എൻ്റെ തന്നെ ആയിരിക്കണേ, എനിക്കൊരു അടയാളം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഒരു സംസ്കാര ശുശ്രൂഷ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ ചെന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ വഴുതക്കാട് പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ട്, അവിടെ പള്ളിയിൽ കയറി മാതാവിൻ്റെ വലിയൊരു തിരുസ്വരൂപമുണ്ട്, അതിന് മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ശക്തമായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ് നീ പേടിക്കേണ്ട, നിൻ്റെ വസ്തു ഉടനെ വിൽക്കും, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ ആരോ സംസാരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ പറയും മാതാവേ ഒരു അടയാളം തരണം എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം അന്ന് പള്ളിയിൽ ഈ ഞങ്ങൾ കൊന്ത ജെല്ലിയുടെ പുറത്തോട്ട് ഇറങ്ങുമ്പം മഴ തൂളാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് ദൂരം തിരികെ യാത്ര ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറയുവാണ് നീ മുകളിലേക്കൊന്ന് നോക്കിക്കേ, ഇതാ മഴവില്ല് തെളിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിൽ ഉറപ്പിച്ചു മാതാവ് എനിക്ക് അടയാളം തന്നതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. പിറ്റേന്ന് വൈകിട്ട് 7 മണി സമയത്ത് 2 ബ്രോക്കർമാർ എന്നെ വിളിക്കുവാണ്, ഒരു പാർട്ടി വന്നിട്ടുണ്ട് വസ്തു എടുക്കാനായിട്ട്, ഞങ്ങളിപ്പോൾ വരുവാന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു രാത്രിയിൽ വന്ന് നിങ്ങളെങ്ങനെയാണ് വസ്തു കാണുന്നത്, ഇരുട്ടത്ത് നിങ്ങളെങ്ങനെയാണ് വസ്തു കാണുന്നത്? അപ്പോൾ പറഞ്ഞു ഇരുട്ടത്തെ പുള്ളി വസ്തു കണ്ടു, ഞങ്ങൾ വസ്തു കാണിച്ചിട്ടാണ് നിൽക്കുന്നത്, സാറൊന്ന് കയറി വന്നാൽ മതി. അപ്പോൾ ഞാനൊരു ചെറിയ രീതിയിൽ അധ്യാപകനൊക്കെ നടന്നതാണ്. അപ്പോൾ സാറൊന്ന് കയറി വന്നാൽ മതി, വീട്ടിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നപ്പം അദ്ദേഹം എന്നോട് പറയുകയാണ് എനിക്ക് വസ്തു ഇഷ്ടപ്പെട്ടു, ഞാനിത് വാങ്ങിക്കാൻ റെഡിയാണ്, നാളെ വൈഫിനെ കൂടെ കാണിച്ചിട്ട് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം വൈഫിനെ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് അഡ്വാൻസ് തരുവാണ്. ആദ്യത്തെ പ്ലോട്ട് പോയി, ഞാനൊരു 30 സെൻറ്റാണ് വിൽക്കാൻ ഇട്ടിരുന്നത്, ആദ്യത്തെ 15 സെൻറ്റ് അദ്ദേഹം വാങ്ങിച്ചു. അപ്പോൾ അഡ്വാൻസും തന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഞാൻ നോക്കുമ്പം അടുത്ത ദിവസം തന്നെ അടുത്ത ഒരു പാർട്ടി വരുവാണ്, അടുത്ത 15 സെൻറ്റും കച്ചവടമായി. അപ്പോൾ ഞാൻ ഈ വസ്തു വിറ്റ് കിട്ടിയ ഉടനെ അഡ്വാൻസ് ആയ ഉടനെ ഞാനിവിടെ വന്ന് അലക്സച്ചനായിരുന്നു അന്ന് ഇവിടെ ഇരുന്നായിരുന്നു സാക്ഷ്യത്തിൻ്റെ അവിടെ. ഞാൻ അച്ഛനടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ എൻ്റെ വസ്തു വിറ്റു, ഞാൻ സാക്ഷ്യം പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, ഇപ്പോൾ പറയണ്ട, അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യട്ടെ, ഫൈനാൻഷ്യലായിട്ടുള്ള എല്ലാ ഇടപാടുകളും തീർത്തിട്ട് വസ്തു എഴുതി കൊടുത്തതിന് ശേഷം ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വസ്തു ഇന്നലെ കൊണ്ട് ഞാൻ അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ വില എനിക്ക് കിട്ടുകയും ചെയ്തു. എൻ്റെ കടങ്ങൾ വീട്ടി എൻ്റെ കയ്യിൽ മിച്ചം പൈസയും മാതാവും ഈശോ എനിക്ക് തന്നു. ഇതാണ് എനിക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം വളരെ സ്മൂത്തായിട്ട്, അതായത് കർത്താവിൻ്റെ സമയമായപ്പം എനിക്കത് കർത്താവ് തന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ സാമ്പത്തിക ബാധ്യത നിൽക്കുന്ന സമയത്ത് കാലിലൊരു മുഴ വന്നു. അത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുവാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്നോട് പറയുവാണ് ഈ മുഴ ഇതിവിടെ ഇരിക്കാൻ പറ്റത്തില്ല, നാളെ അഡ്മിറ്റ് ആയിക്കോ, നാളെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു.
എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ആ സമയത്ത് 5 പൈസ കയ്യിലെടുക്കാനില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ നാളെ വന്ന് അഡ്മിറ്റ് ആകാം, ഇന്നെനിക്ക് ഞാൻ പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. ഞാൻ വന്ന് വൈഫിനോട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ അവർ പറയുന്നത്, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നില്ല, ഞാൻ ഏതായാലും മാതാവിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് എനിക്ക് അത് മാറ്റിത്തരും, അവിടെ ഞാനത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചൊല്ലി കഴിയുമ്പം ഞാൻ ഈ മുഴയുടെ മുകളിൽ ഉടമ്പടി തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പസ് പോലെ ഫോം ചെയ്തു. അത് പഴുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അതിഭയങ്കരമായ വേദന മുഴയിൽ അനുഭവപ്പെട്ടു. മുട്ട അനയ്ക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്ത്, കാരണം ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിക്കുന്നതാണ്, എൻ്റെ ഈ വേദനയെക്കാളും വലിയ വേദന അനുഭവിച്ച ആണാണല്ലോ ക്രൂശിതനായി കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇനി എന്നെ സംബന്ധിച്ചൊരു വേദനയല്ല എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ ബലം പ്രയോഗിച്ച് മുട്ടയിൽ കുത്തി നിന്നു. ആ മുട്ടയിൽ കുത്തി നിൽക്കുന്ന സമയത്ത് അതങ്ങ് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ മുട്ടയിൽ നിന്ന് എഴുന്നേൽക്കുമ്പം അതിൽ നിന്ന് പസ്സും വെള്ളവും പുറത്തേക്ക് ഒഴുകുവാണ് ഞാൻ കാണുന്നത്. 2-3 ദിവസം കൊണ്ട് അത് തനിയെ ചുങ്ങി അത് ചെറുതായി, അതില്ലാതെ അതിൻ്റെ സ്കാർ മാത്രമായിട്ടാണ് ഇപ്പോൾ എൻ്റെ മുട്ടിലുള്ളത്. മുട്ടിന് താഴെയാണ്, മുട്ടയിലല്ല, അത് ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ അത് എനിക്കിപ്പോഴും ഒരു ബുദ്ധിമുട്ടും ഇല്ല, മുട്ടയിൽ നിൽക്കാം. ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാവും ഈശോ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ PG കഴിഞ്ഞ്, ഞാൻ PG കഴിഞ്ഞിട്ട് 25 വർഷമായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ PG കഴിഞ്ഞ ഉടനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത, ഞാൻ MBA കഴിഞ്ഞൊരു വ്യക്തിയാണ്. അന്ന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ജോലികൾ ലഭിച്ചതുകൊണ്ട് ഞാൻ ജോലിയുടെ പുറകെ അങ്ങ് പോയി. എൻ്റെ കയ്യിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും മാത്രമേ ഉള്ളൂ. അത് വെച്ച് എനിക്ക് പലയിടത്തും ജോലികൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ബോധേഡല്ലായിരുന്നു. ഇത് മറന്നും പോയി, ഇങ്ങനെ അപ്ലൈ ചെയ്ത കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളൂ. പിന്നെ എനിക്ക് ഫർദർ സ്റ്റഡീസ് എന്നുള്ള ഒരു ഹയർ സ്റ്റഡീസ് എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ച്, ഞാനിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് അപ്ലൈ ചെയ്തതാണ്, എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അന്ന് നമ്മളോട് അവർ പറയുന്നത്, നിങ്ങളിത് പോസ്റ്റലിൽ അയച്ചു തരുമെന്നാണ്. അപ്പോൾ പോസ്റ്റലിൽ എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പം ഞാനിത് അങ്ങനെ അവരോട് ഒരു പരാതി പോലെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി ആ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് അയച്ചതാണ്, നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി പ്രൊസീജിയറാണ്. അത് അത്രയും നമുക്ക് ഒത്തിരി കടമ്പകൾ നമ്മൾ കിടന്നാൽ മാത്രമേ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ് കേൾക്കുവാണ്. അച്ഛൻ പറയുവാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ എന്ത് ഡോക്യുമെൻസും, നിങ്ങളുടെ ആധാരമായിക്കോട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഏത് സാധനവും മാതാവ് കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കും, എവിടെയാണെന്ന് അത് ഓർമ്മിപ്പിക്കും, നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈ MBAയുടെ സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് കിട്ടണം, എൻ്റെ മാതാവെ എവിടെയാണെന്ന് കണ്ടെത്തി തരണം എന്ന് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളിലൊരു തോന്നൽ വരുവാണ്, നിങ്ങൾ പഠിച്ച കോളേജിലെ ഡയറക്ടർക്ക്, MBAയുടെ ഡയറക്ടർക്ക് ഒരു മെയിൽ അയക്കുന്നൊരു ഉൾവിൽ എനിക്ക് തോന്നി. ഞാൻ ആ മൊമെൻറ്റിൽ തന്നെ ഒരു മെയിൽ ഡയറക്ടർ, കാരണം 25 വർഷം മുമ്പ് ഞാൻ പഠിച്ചിറങ്ങിയ കോളേജാണ്. ആ കോളേജിൽ നിന്ന് ഒരു ഓട്ടോണമസ് കോളേജുമാണ്. അപ്പോൾ എനിക്ക് ആ കോളേജിലേക്ക് ഇത് അയച്ചാൽ, എന്നെ പരിചയമില്ലാത്ത, 25 വർഷം മുമ്പ് അവിടുത്തെ അലുമിനിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ഒരു പരിചയമില്ലാത്ത ഡയറക്ടറാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മെയിൽ അദ്ദേഹത്തിന് അയച്ചു. അയക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച്, അത് ഉപ്പ് വെച്ച് അതിൽ കുരിശ് വരച്ചു, ഉടമ്പടി തൈലം വെച്ച് മെയിലിൽ പ്രാർത്ഥിച്ചു. ഞാനിത് ഫോർവേഡ് ചെയ്തു. ഞാൻ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം ഡയറക്ടർ എന്നെ തിരിച്ച് മെയിൽ ചെയ്യുവാണ്, താങ്കളുടെ സർട്ടിഫിക്കറ്റ് കോളേജിലെ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം ഞാനതിനകത്ത് എൻ്റെ MBAയുടെ രജിസ്റ്റർ നമ്പർ അതെൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു, MB 440-216 എന്ന നമ്പർ, അത് ഞാൻ മെൻഷൻ ചെയ്താണ് മെയിൽ അയക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ച് മെയിൽ തരുവാണ്, താങ്കൾക്ക് വന്ന് ഇത് കളക്ട് ചെയ്യാം, ഇത്രയും കാലം ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ട് ഞങ്ങൾ ഇതിനിവിടെ കീപ്പ് ചെയ്തുകൊണ്ട് താങ്കളൊരു ചെറിയ പെനാൽറ്റി അടയ്ക്കണം, ഒരു 10,500 രൂപ അടയ്ക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കിട്ടിയ അന്നേരം തന്നെ ഞാൻ സാറിനെ വിളിച്ചു. സാറിൻ്റെ മൊബൈൽ നമ്പർ എനിക്ക് തന്നു. ഞാൻ വിളിച്ചു, സാറേ എനിക്ക് ഇങ്ങനെ വന്ന് നാളെ തന്നെ ഞാൻ വരാൻ ഉദ്ദേശിക്കണം, ഇന്ന് വൈകിട്ടത്തെ ബസ്സിന് ഞാൻ കയറി വരും, സാർ അവിടെ ഉണ്ടാവുകയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം പോയി. എൻ്റെ നഷ്ടപ്പെട്ടു പോയി 25 വർഷമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന, അല്ലെങ്കിൽ കിട്ടുകയില്ല, ഇനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ മാതാവ് എനിക്ക് തിരികെ വീണ്ടെടുത്ത് തന്നു. ഇത് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം. 4ാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്,
വലിയ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. ഞാൻ കൃപാസനം പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കുന്നയാളാണ്. അത് ഞാൻ വിതരണം ചെയ്യും. അപ്പം ഞാൻ അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. ഞാൻ സാധാരണ വരുമ്പോൾ അതിരാവിലെ കാറിൽ ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കസിൻ ഒരു സിസ്റ്റർ, റെവറൻഡ് സിസ്റ്റർ പറഞ്ഞു, ഞാനും കൂടെ വരുന്നുണ്ട് ഈ പ്രാവശ്യം നിങ്ങളുടെ കൂടെ വരുമ്പം, അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സിസ്റ്ററിനെയും കൂട്ടി അതിരാവിലെ ഒരു 3:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങളൊരു ഇറങ്ങുമ്പോൾ തുടങ്ങി ഞങ്ങൾ കൊന്ത ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു പകുതി വഴി എത്താറായപ്പോഴത്തേക്കും ഒരു വളവിൽ വന്നപ്പോഴത്തേക്കും വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. വണ്ടിക്ക് എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്താ സംഭവിക്കുന്നത് എൻ്റെ മാതാവേ എന്ന് ചോദിക്കുകയും വണ്ടി ഒന്ന് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് വട്ടം തിരിഞ്ഞ് റോഡിന് നടുക്ക് തിരിഞ്ഞിട്ട് അരികിലുള്ള ഭിത്തിയിലേക്ക് ഇടിക്കാൻ പോകും. ഞാൻ ഓർത്ത് ഇടിച്ചു, ഞങ്ങൾ തീർന്നു എന്ന് ഞങ്ങൾ മനസ്സിൽ പെട്ടെന്ന് വെച്ചു. പക്ഷേ മാതാവേന്ന് വിളിച്ചത് കൊണ്ടായിരിക്കും എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഒരടിക്ക് മുമ്പിൽ മതിലിടിക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി നിന്നു. റോഡിന് വിലങ്ങിയാണ് വണ്ടി നിന്നത്. ഞാൻ അവർക്ക് അത്ഭുതകരമായിട്ട് മാതാവ് രക്ഷപ്പെടും. കാരണം എതിർ ദിശയിൽ നിന്ന് വളവായതുകൊണ്ട് വണ്ടി വന്നാൽ, അല്ലെ പുറകിൽ നിന്നൊരു വണ്ടി വന്നാൽ ഈ ഞങ്ങൾ വട്ടം കറങ്ങുന്ന സമയത്ത് അവർ ഞങ്ങളെ ഇടിച്ച് തെറിപ്പിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ മതിലിടിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ആരോഗ്യപരമായിട്ട് നമുക്ക് വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് അപകടത്തിൽ നിന്നും മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ ഞാനിപ്പോൾ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ജോലികളെല്ലാം ഞാൻ ജോലിയിൽ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് കോളേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ, സ്റ്റെയർകേസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീണ് എൻ്റെ കാലൊടിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് ആദ്യമേ. അപ്പോൾ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ജോലി നൽകണമെന്നുള്ളത്. അപ്പോൾ ഉടമ്പടി ഉടനെ തന്നെ കർത്താവ് എനിക്കൊരു ടെമ്പററി ജോലിയാണ്. ഇപ്പോഴും ഞാൻ ആ ടെമ്പററി ജോബിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു പെർമനൻറ്റ് ജോബായി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അവസരം മാതാവ് എത്രയും പെട്ടെന്ന് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് പത്രം എല്ലാ മാസവും മേടിക്കും. എല്ലാ ആശുപത്രികളിലും ഞാൻ പോകും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും, അവിടെ രോഗികളെ കാണും, അവർക്ക് പത്രം വിതരണം ചെയ്യും. ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് കിലോമീറ്ററുകൾ 30-40 കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യും. പോകുന്ന എല്ലാ കവലകളിലും ഞാൻ സ്കൂട്ടർ നിർത്തിയിട്ട് ഇറങ്ങി വരും, പത്രമായിട്ട് പോകും. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയി നിന്ന് അവരോട് വചനം പറഞ്ഞും ഇതിൻ്റെ കൃപാസന മാതാവിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും പത്രങ്ങൾ കൊടുക്കുകയും, അങ്ങനെ അല്ലെങ്കിൽ കവലകളിൽ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് കണ്ടാൽ അവിടെ പോയി ഞാൻ അവർക്ക് പത്രം കൊടുക്കും. എനിക്ക് റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ തവണയും ഇറങ്ങുമ്പം ഉടമ്പടി തൈലവും ഉപ്പും ഈ പത്രത്തെ വിതറിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് റിജക്ഷൻസ് എന്ന് പറയാൻ എനിക്ക് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇത്രയും നാളും ഈ 2-2.5 വർഷമായിട്ട് ഞാൻ ചെയ്ത റിജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വിരലിനാന്ന് ഒരു 4-5 ഇൻസിഡൻസേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊരു റിജക്ഷൻസ് എനിക്ക് വന്നിട്ടില്ല. അത് ചിലരിവിടെ വന്ന് എടുത്തവർ തന്നെ എന്നോട് റിജക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ പാസിഫൈ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞു, താങ്കൾ ഉടമ്പടിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ കറക്റ്റ് ആകാഞ്ഞത് കൊണ്ടായിരിക്കാം അത് കിട്ടാതെ പോയത്. അപ്പം നമ്മൾ ഉടമ്പടിയിൽ അത് വീണ്ടും ഇവിടെ വന്ന് പുതുക്കിയിട്ട് അത് ചെയ്യാൻ ഉപദേശിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതുപോലെ പലരും അധ്യാപക ജോലിയിലൊക്കെ ഇടപെടുന്നവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചില്ല. കാരണം ഞാനിവിടെ ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പോയി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇത് ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണും, അത് ഷെയർ ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഷെയർ ചെയ്യും, അത് സ്റ്റാറ്റസ് ഇടും. ഇതാണ് നമ്മൾ പ്രേക്ഷിത വേലയിൽ ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ എല്ലാം ഞാൻ ആളുകൾക്ക് ആശുപത്രിയിൽ പോയി രോഗികളെ കാണും. അവർക്ക് ഞാൻ നമ്മുടെ തൈലം കൊണ്ടുപോയി കുരിശ് വരച്ച് ഞാൻ അവിടെ പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. അപ്പം അവർ പ്രാർത്ഥിക്കാൻ അനുവദിക്കും. അത് ഏത് ജാതി ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ നോക്കാറില്ല. ഞാൻ ഉടമ്പടി തൈലം വെച്ച് അവരെ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് പത്രം കൊടുക്കും. ചിലർക്ക് കാശുരൂപം കൊടുത്തിട്ടുണ്ട്. ചിലരോട് ഞാൻ ഉപ്പം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തേനോ ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഇത് ഭക്ഷണത്തിൽ കഴിക്കുക, നിങ്ങൾക്ക് സൗഖ്യം പെട്ടെന്ന് തന്നെ മാതാവ് തരും. അതുപോലെ തന്നെ ഞാൻ ഈ പ്രാർത്ഥന അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ, ചില സാഹചര്യങ്ങളിലൊക്കെ ആശുപത്രിയിൽ പുറത്തിറങ്ങി ശ്വാസം മുട്ടിയിട്ട് 250-300 രൂപയാണ് മരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എന്നോട് അപ്രോച്ച് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അന്നേരം പോയി മരുന്ന് മേടിച്ച് അവർക്ക് കൊടുത്ത ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോഴാണ് അവർക്കത്, കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും അവിടെ മരുന്ന് റെഡിലി അവൈലബിൾ അല്ല. അപ്പോൾ അവർ പറയും പുറത്തോട്ട് എഴുതി കൊടുക്കും ഇവർക്ക്.
അന്നേരമാണ് ഇവർക്ക് നമ്മുടെ സഹായം ആവശ്യം വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പലരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്ന മിക്കവാറുമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറ് നാളെ അടുത്ത ദിവസം വരുമോ, സാറ് വരുമ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സാറ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്, അപ്പോൾ വരികയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട്. വീട്ടിൽ നിന്ന് വൈഫ് ഭക്ഷണം പൊതി ഉണ്ടാക്കി തരും, അത് ഞാൻ കൊണ്ട് ഇവർക്ക് കൊടുക്കും. ഓർഫണേജുകളിൽ പോകാറുണ്ട്, അവിടെയും പോയി ഞാൻ ഭക്ഷണം കൊടുക്കും. എന്നെക്കൊണ്ട് വരുന്ന പോലെ സാമ്പത്തിക സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. പല സ്ഥലത്തും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ അവരോടൊപ്പം ദിവസം സ്പെൻഡ് ചെയ്ത് അവരെ കേട്ട് കൂടുതൽ കേൾക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം. പലരും നമ്മളോട് സങ്കടപ്പെടാറുണ്ട്, എൻ്റെ മക്കൾ എന്നെ പലരും മക്കളൊക്കെ ഉപേക്ഷിച്ചപ്പെട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നോട് പറയാറുണ്ട്, മക്കൾ എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് പോയി. അപ്പോൾ ഞാൻ പറയുന്നു, അപ്പയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളെപ്പോലുള്ള മക്കൾ എപ്പോഴും വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെപ്പോഴും അവിടെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മക്കളായിട്ട് തന്നെ കണ്ടാൽ മതി എന്നൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ സജഷൻസൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് ഞങ്ങൾ പ്രേക്ഷിത വേലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ വഴിയിലൂടെ പോകുമ്പോൾ ഞാൻ ഭക്ഷണപ്പൊതി മേടിച്ച് സ്കൂട്ടറിൽ വെക്കും. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ കുറേ 4-5 പാക്കറ്റ്സ് വീതം മേടിച്ചിടും. അംഗവൈകല്യമുള്ള ആളുകളെ ഞാൻ കണ്ടാൽ അവിടെ സ്കൂട്ടർ നിർത്തും, ഞാൻ ഇറങ്ങി ഇവർക്ക് ഈ ഭക്ഷണം കൊടുക്കും, ഭക്ഷണപ്പൊതി കൊടുക്കും. ഭക്ഷണം കഴിച്ചതാണോ എന്ന് ചോദിക്കും. സാമ്പത്തികമായിട്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് പൈസ ഇല്ലെങ്കിൽ ആ പൈസ എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. ആത്മീയമായിട്ട് എനിക്കുണ്ടായ ഉണർവ് ഞാൻ പറഞ്ഞല്ലോ, ബൈബിളും കുർബാനയിലും ഒക്കെ സജീവമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെ തിരുവചനങ്ങൾ. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. ടോമി ഡൊമിനിക് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും, അത് നിങ്ങളുടെ ജോലിയാവട്ടെ, രോഗമാവട്ടെ, സാമ്പത്തിക മേഖലകളാവട്ടെ, ജീവിത പ്രശ്നങ്ങളാവട്ടെ, നിങ്ങളുടെ രേഖകൾ സംബന്ധിച്ച് ഡോക്യുമെൻറ്റ്സ് സംബന്ധിച്ചുള്ള വിഷയങ്ങളാവട്ടെ, ഏതിനെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഈശോയിൽ നിന്ന് നമുക്ക് നേടിത്തരുവാൻ, അമ്മയുടേതായ വഴികളിൽ നമ്മുടെ ജീവിതം ക്ലിയർ ചെയ്യുവാൻ, കുറെ കൂടി എളിമപ്പെടുത്തുവാൻ, കുറെ കൂടി വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ, കുറെ കൂടി ദൈവഹിത പ്രകാരം നന്മ പ്രവൃത്തികളിൽ സമ്പന്നമാകുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പോലും അറിയാതെ അനുഗ്രഹത്തിൻ്റെ തുടർച്ച ദൈവം നൽകിക്കൊണ്ടിരിക്കും. സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എപ്പോഴും തീഷ്ണതരമായി ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തി ഒരിക്കൽ പോലും മടുപ്പില്ലാതെ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഈശോയുടെ ദരിദ്രർക്ക് വേണ്ടി എന്തു ചെയ്താലും, ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും വിധം ഈശോ അത് മാറ്റിത്തന്നിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും അപകടത്തിൽ നിന്ന് സവിശേഷമാവിധം രക്ഷിച്ചതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.